2024 സോഷ്യൽ സയൻസ് ക്വിസിന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നമുക്കെല്ലാം അറിയാവുന്ന ആൻസറാണ്. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഒരു പ്രധാന നദിയുടെ ഉത്ഭവസ്ഥാനമാണ് ശിവഗിരി മല. ഏത് നദിയുടേതാണിത്? ഉത്തരം പെരിയാർ. അടുത്ത ചോദ്യം, ലോകപ്രശസ്തമായ താജ്മഹൽ എന്ന സ്മാരക മന്ദിരത്തിൻ്റെ ശില്പി ആരാണ്? ഉത്തരം ഉസ്താദ് ഈസയാണ് ശില്പി. ഇത് ഷാജഹാനാണ് പണി കഴിപ്പിച്ചത്. അടുത്ത ചോദ്യം, അഷ്ടാംഗ മാർഗങ്ങൾ അനുശാസിക്കുന്ന മതം ഏതാണ്? ഉത്തരം ബുദ്ധമതത്തിൻ്റേതാണ് അഷ്ടാംഗ മാർഗങ്ങൾ, ബുദ്ധമതം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മെട്രോ റെയിൽ വികസനത്തിന് നേതൃത്വം കൊടുത്ത മെട്രോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം E. ശ്രീധരൻ. അടുത്ത ചോദ്യം, സെപ്റ്റംബർ 16 പ്രത്യേകത എന്താണ്? ഉത്തരം ലോക ഓസോൺ ദിനമാണ് സെപ്റ്റംബർ 16. അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലം തൃശ്ശൂരാണ്. ആരാണിത് സ്ഥാപിച്ചത്? ഉത്തരം വള്ളത്തോൾ. അടുത്ത ചോദ്യം, പൂർവ്വഘട്ടത്തിന് സമാന്തരമായി കിടക്കുന്ന നദി ഏതാണ്? ഉത്തരം ബംഗാൾ ഉൾക്കടൽ. അടുത്ത ചോദ്യം, മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നെപ്പോളിയനെയാണ് നമ്മൾ മാൻ ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ജുങ്കോ താബെ ഏത് രാജ്യക്കാരിയാണ്? എവറസ്റ്റ് കീഴടക്കിയ വനിതയാണ് ജുങ്കോ താബെ. ഉത്തരം ജപ്പാൻ. അടുത്ത ചോദ്യം, ലോകപ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പകുതി ഭാഗം അമേരിക്കൻ ഐക്യനാടുകളിലും പകുതി ഭാഗം കാനഡയിലുമാണ്. ഏതാണ് ഈ വെള്ളച്ചാട്ടം? ഉത്തരം നയാഗ്ര വെള്ളച്ചാട്ടം. ഇതാണ് അമേരിക്കൻ ഐക്യനാടുകളിലും കാനഡയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം ഉപരാഷ്ട്രപതി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഏതാണ്? ഉത്തരം 1911. അടുത്ത ചോദ്യം, തായ്ലൻഡിൻ്റെ പഴയ പേര് എന്താണ്? ഉത്തരം സയാം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശിനെയാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഡൽഹിയിലെ ചെങ്കോട്ട പണികഴിപ്പിച്ച നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ഉത്തരം ഷാജഹാൻ. അടുത്ത ചോദ്യം, ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഡോക്ടർ പൽപ്പു. അടുത്ത ചോദ്യം, മരിച്ചാൽ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്ത് നേരിട്ട് മണ്ണിനടിയിൽ മൂടുന്ന പാത്രങ്ങളുടെ പേര് എന്താണ്? ഉത്തരം നന്നങ്ങാടികൾ. അടുത്ത ചോദ്യം, ലോക്സഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ്റെ പേര് എന്താണ്? ഉത്തരം ക്വസ്റ്റ്യൻ അവർ. അടുത്ത ചോദ്യം, മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം യൂറോപ്പ്. അടുത്ത ചോദ്യം, ലോക തപാൽ ദിനം എന്നാണ്? ഒക്ടോബർ 9 നമ്മൾ ലോക തപാൽ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഉത്തരം മഡഗാസ്കർ. അടുത്ത ചോദ്യം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ
മരിച്ച 90,000 ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയ്ക്ക് 42 മീറ്റർ ഉയരമുള്ള അമർജ്യോതി കെടാവിളക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹിയിൽ. അടുത്ത ചോദ്യം, സ്റ്റാമ്പ് ശേഖരണത്തെ പറ്റിയുള്ള പഠനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഫിലാറ്റലി. അടുത്ത ചോദ്യം, നികുതിദായകരെ തിരിച്ചറിയുന്നതിന് ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ നമ്പർ എന്താണ്? ഉത്തരം പാൻ നമ്പർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ശ്രോതാക്കളെ ഏറെ ആകർഷിച്ച റേഡിയോയ്ക്ക് ആ പേര് നൽകിയത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോറാണ് റേഡിയോയ്ക്ക് ആ പേര് നൽകിയത്. അടുത്ത ചോദ്യം, ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ മണ്ഡലത്തിലാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിലായിട്ടാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, എന്തിനെ സംബന്ധിച്ചുള്ള പഠനമാണ് ജെറന്റോളജി? ഉത്തരം വാർദ്ധക്യം. അടുത്ത ചോദ്യം, വംഗബന്ധു എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? വംഗബന്ധു. ഉത്തരം ഷേഖ് മുജീബ് റഹ്മാൻ. അടുത്ത ചോദ്യം, ഏത് വേദത്തിലാണ് ഗായത്രി മന്ത്രം ഉള്ളത്? ഉത്തരം ഋഗ്വേദം. അടുത്ത ചോദ്യം, ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്. ഇത് 1920-ലായിരുന്നു. അടുത്ത ചോദ്യം, പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും വേർതിരിക്കുന്ന കനാലിൻ്റെ പേര് എന്താണ്? ഉത്തരം പനാമ കടലിടുക്ക്. അടുത്ത ചോദ്യം, സ്റ്റാമ്പ് ശേഖരണത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഫിലാറ്റലി. അടുത്ത ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ദ്വീപിൻ്റെ പേര് എന്താണ്? ഉത്തരം മഡഗാസ്കർ. അടുത്ത ചോദ്യം, മദർ തെരേസ ജനിച്ച രാജ്യം ഏതാണ്? മദർ തെരേസ ജനിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം, അൽബേനിയ എന്ന് പറയുന്ന രാജ്യത്തിലാണ്. അൽബേനിയ. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയുടെ പേര് എന്താണ്? ഉത്തരം കബനി നദി. അടുത്ത ചോദ്യം, മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം നദികൾക്കിടയിലുള്ള രാജ്യം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ പതാകയുടെ നിറം എന്താണ്? ഉത്തരം നീല. അടുത്ത ചോദ്യം, മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം യൂറോപ്പ്. അടുത്ത ചോദ്യം, ഒരു റോഡ് പോലും ഇല്ലാത്ത യൂറോപ്പിലെ നഗരം ഏതാണ്? ഉത്തരം വെനീസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.